ഹലോ, ചോറ് കഴിക്കാൻ എടുക്കുമ്പോൾ വേറെ അധികം കറികളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കറി ഉണ്ടാക്കി കഴിച്ചാൽ മതി. അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റിയാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരട്ടെ. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പച്ചമുളക് ഇട്ട് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ചെറിയ ഉള്ളി പച്ചമുളകും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിൽ ചെറിയ ഉള്ളിയാണ് നല്ലത്, സവോള ചേർക്കരുത് കേട്ടോ. ചെറിയ ഉള്ളിയാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം മുളക് പൊടി ഇടുക. ഞാൻ പച്ചമുളക് ഇട്ടേക്കുന്നുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്കും എരിവ് കൂടുതലിടാം. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും കൂടി ചേർത്ത് ഇതിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ മുരിങ്ങയില തോനെ എടുക്കുന്നുണ്ടെങ്കിലും ഇതിപ്പോൾ ഇതിലിങ്ങനെ വഴറ്റി കഴിയുമ്പോൾ ഒരു ഇച്ചിരിയേ കാണുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് എടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പരിപ്പ് ചേർക്കാം. പരിപ്പ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ചുമന്ന പരിപ്പാണ് കേട്ടോ, ഡാൽ പരിപ്പ്. ഒരു ഓറഞ്ച് കളർ പരിപ്പുണ്ടല്ലോ, അതാണ് കേട്ടോ. അത് വേവിക്കുമ്പോൾ ഞാൻ വേറൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് ഇതിൽ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് അധികം കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. ഇത് പരിപ്പായതുകൊണ്ട് ചിലപ്പം അത് ഇരുന്നിങ്ങനെ കുറുകി അത് നല്ല കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കൂടി അതിൻ്റെ ഇടയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഉള്ള അരപ്പ് ചേർക്കാം. മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകം, ചെറിയ ഉള്ളി, തേങ്ങ, ഇതെല്ലാം കൂടി ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുത്ത് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അധികം തിളപ്പിക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും ഇത് തീ ഓഫ് ചെയ്തു കേട്ടോ. തീ ഓഫ് ചെയ്ത മീൻസ് സ്റ്റൗ ഓഫ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. സൂപ്പർ കറിയാണ് കേട്ടോ. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് അച്ചാറും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പപ്പടം, അപ്പോൾ ഗ്രാൻഡ് ആവത്തില്ല. ഓക്കെ, അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് കഴിച്ചപ്പോൾ. എന്താണ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. വയറ് നിറച്ച് നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.